കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. പരാതി മറ്റൊന്നുമല്ല, KSRTC ഉദ്യോഗസ്ഥൻ്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന പരാതി. KSRTC ബസ്സിന് കുറുകെ കാറ് കൊണ്ടുചെന്നിട്ട് അദ്ദേഹത്തിനെതിരെ അസഭ്യവർഷങ്ങൾ ചൊരിയുകയും അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്ന മറ്റൊരു പരാതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെയൊന്നും പോലീസ് കേസെടുത്തില്ല. അത്തരത്തിലൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നാണ് പോലീസിൻ്റെ വാദം. കൂടാതെ തനിക്കെതിരെ ലൈംഗിക ചേഷ്ടകൾ കാട്ടിയെന്ന ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ കൃത്യമായി പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആര്യ രാജേന്ദ്രൻ്റെ അഭിപ്രായത്തിന് പുറത്തൊരു നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയുകയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുമ്പിൽ ശക്തമായ ഒരു സമരവും നടത്തി. ഇവിടെ മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പേരിൽ ഒരു ഫ്ലെക്സ് നഗരസഭയ്ക്ക് മുൻപിൽ സ്ഥാപിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. അവിടെയും നിർത്തിയില്ല. ഒപ്പം KSRTC ഡ്രൈവർമാർക്ക് ഒരു ഉപദേശം നൽകി. ഇവിടെ യൂട്ടേൺ എടുക്കാൻ പാടില്ല. ഇത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഏരിയയാണ്. ഇവിടെ മേയറുണ്ട് സൂക്ഷിക്കണം എന്ന ഒരു ഉപദേശവും നൽകി. ഒപ്പം മേയറുണ്ട് സൂക്ഷിക്കുക എന്ന പേരിൽ പോസ്റ്ററുകൾ എല്ലാ KSRTC ബസ്സിന് മുൻപിലും ഒട്ടിക്കുകയും ചെയ്തു. നഗരമധ്യത്ത് നഗരസഭയുടെ മുൻപിൽ വ്യത്യസ്തമാർന്ന ഒരു പ്രതിഷേധ പ്രകടനം തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസ് കാഴ്ചവെച്ചത്. യൂത്ത് കോൺഗ്രസിന് പിന്നാലെ പല സന്നദ്ധ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ആര്യ രാജേന്ദ്രനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തങ്ങളുടെ എതിർപ്പും അറിയിച്ചത്. ആ ബസ്സിനെയും ബസ് ഡ്രൈവറെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ യാത്ര ബസ്സിനകത്ത് ഏറ്റവും അത്യാവശ്യമായി സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുമല്ലോ, അവരെ പോലും ഇറക്കി വിട്ടുകൊണ്ട് ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രൂപത്തിലൂടെ ഒരു മേയറും MLAയും കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു മേയർക്ക് ബസ് തടയാനുള്ള അധികാരം നൽകുന്നത്? ബസ് തടയേണ്ടത് ആരാണ് എന്നുള്ളത് നമ്മുടെ നിയമങ്ങളിലെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കുറ്റം ചെയ്തവരെ ആ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് എന്നുള്ളതെല്ലാം നമ്മുടെ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ മേയർ വണ്ടി തടയുന്നു, മേയറിൻ്റെ ഭർത്താവ് വണ്ടിക്കകത്ത് കയറി യാത്രക്കാരെ ഇറക്കി വിടുന്നു. അപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, നിയമത്തെ പോലും കയ്യിലെടുത്തുകൊണ്ടൊരു മേയർ മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ മേയർ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടതാണ് മേയർ ചോദ്യം ചെയ്യുന്നത്. ആ ഡ്രൈവറിൻ്റെ മുഖത്ത് നോക്കി ഇതാരുടെയെങ്കിലും തന്തയുടെ വകയാണോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെ, വണ്ടിയുടെ കുറുകെ ബസ് ഇടുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്: മേയർ ആ ഡ്രൈവർക്കെതിരെ മുന്നോട്ട് വെച്ച ഒരു ആരോപണത്തിന് പോലും ഇതുവരെ തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മേയർ നിരസിച്ച അല്ലെങ്കിൽ മേയർ നിരാകരിച്ച എല്ലാ കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ തെളിവ് സഹിതം മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ മേയർ നൽകിയ പരാതിയിൽ മേൽ കേസെടുത്തിട്ടുണ്ട്, എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ മേൽ കേസെടുക്കുന്നില്ല. അങ്ങനെ വലിയ വിവേചനം ഈ ഭരണ സംവിധാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഏറ്റവും അപകടമെന്ന് പറയുന്നത് ആ മേയർ തൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ തൻ്റെ സ്ത്രീപക്ഷത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി, സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു. നമുക്കറിയാം, സ്ത്രീകളെ അല്ലെങ്കിൽ ലൈംഗികമായ അധിക്ഷേപം നടത്തിയെന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും വലിയ അപരാധം ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ തള്ളിവിട്ടുകൊണ്ട് ഒരു മേയർ തന്നെ ഇതുപോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളവും ഇന്ത്യയും, കേരളത്തിലെ സ്ത്രീകൾക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ഏറ്റവും ശക്തമായ നിയമപരിരക്ഷ നൽകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ആ നിയമപരിരക്ഷയെ ഒരു മേയർ തന്നെ ആ പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുന്നതാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഒരു മേയർ ഉത്തരവാദിത്തത്തോടു കൂടി മാതൃകാപരമായിട്ട് പെരുമാറേണ്ട രീതിയാണോ? ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മേൽ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രജയ്ക്കെതിരെ പോലും കള്ളക്കേസെടുക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ലൈംഗികമായി ആംഗ്യം കാണിച്ചു എന്ന് തെറ്റായ ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി മാത്രം അത്തരമൊരു കള്ളത്തരം പറയുന്ന ഒരു മേയറായി തിരുവനന്തപുരത്തിൻ്റെ മേയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള റോഡ് ഷോകൾ നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു റോഡ് ഷോ, ആളുകളെ, യാത്രക്കാരെ, ബസ്സിൽ പോകുന്ന യാത്രക്കാരെ തെരുവിൽ തടഞ്ഞ് റോഡിൽ നടത്തുന്ന ഷോ, അതൊരിക്കലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. മേയറിൻ്റെ ഭർത്താവിൻ്റെയും റോഡ് ഷോ ഇനി തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലെടുത്താൽ അതേ ശക്തമായ രീതിയിൽ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമ സംവിധാനം CPM പാർട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിന്മേൽ ഒരു നടപടി പോലും സ്വീകരിക്കുന്നില്ല. എന്നാൽ നുണയാണെന്ന് കണ്ടിട്ട് പോലും
തെളിവ് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു പരാതിയിന്മേൽ, തെളിവില്ലാത്ത ഒരു പരാതിയിന്മേൽ, മേയർ നൽകിയ പരാതിയിന്മേൽ ഒരു രാത്രി മുഴുവൻ ആ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനകത്ത് പിടിച്ചിരുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന വിചിത്ര നടപടി നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ കേരള പോലീസിന്റെ പണി എന്താണ്? നിയമം സംരക്ഷിക്കുകയാണോ, അതോ കേരള പോലീസ് ഇവിടെ പിണറായി വിജയന്റെ വേലക്കാരനായി പണിയെടുക്കുകയാണോ എന്നുള്ള ന്യായമായ ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിശക്തമായ സമരവുമായി ആ ചെറുപ്പക്കാരൻ നൽകിയ പരാതിയിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ഏറ്റവും വിനീതമായ അഭ്യർത്ഥനയാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ പോലീസും ഇവിടുത്തെ ഭരണകൂടവും സാധാരണക്കാരന് നീതി നടപ്പിലാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആ നീതിയെപ്പോലും നിയമത്തെപ്പോലും യൂത്ത് കോൺഗ്രസ് കയ്യിലെടുത്തുകൊണ്ട് അവന് സംരക്ഷണം നൽകുന്ന രീതിയിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ ചെറുപ്പക്കാരൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ തടഞ്ഞല്ലോ, തടഞ്ഞത് ശരി, നിങ്ങൾക്ക് എനിക്ക് ശമ്പളം തന്നതിന് ശേഷം ഒന്ന് തടയാൻ പാടില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ സർവീസിൽ നിന്ന് പോലും മാറ്റാൻ ഈ ഭരണകൂടം തീരുമാനമെടുത്തത്. ഞങ്ങൾ 24 മണിക്കൂർ സമയം തരികയാണ് ആ ചെറുപ്പക്കാരനെ തിരിച്ച് സർവീസിലേക്ക് എടുക്കാൻ ഏറ്റവും വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരനെ തിരിച്ച് സർവീസിലേക്ക് എടുത്തില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സമരം തീർന്നില്ല. നമുക്കറിയാം, ബസ്സിലെ ഡ്രൈവർമാർക്ക് നമ്മൾ ഈ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബോധവൽക്കരണം ഇവിടെ നടക്കുന്നുണ്ട്. KSRTC ഇതുവഴി പോകുമ്പോൾ അവരെ ഞങ്ങൾ ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മേയറിൻ്റെ ഔദ്യോഗിക വസതിയുടെ മുന്നിലാണ്, ഇതുവഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മേയറിൻ്റെ തലവട്ടം കണ്ടാൽ പോലും നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ട് KSRTC വണ്ടി ഒതുക്കിയിട്ട് അവരെ സല്യൂട്ട് ചെയ്യണമെന്നുള്ള വിനയപൂർവ്വമായ നിർദ്ദേശങ്ങൾ അടക്കം ഞങ്ങൾ KSRTC ഡ്രൈവർക്ക് ഇവിടെ നിന്ന് നൽകുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൂടി അത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തുടക്കത്തിലുള്ള സമരത്തിന് അവസാനം കൽപ്പിക്കുകയാണ്. സൈബറിടങ്ങളിലടക്കം ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരനായ ഒരു ബസ് ഡ്രൈവറിന് മുൻപിൽ മേയർ എന്ന എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്ന തരത്തിൽ സ്ത്രീകൾക്ക് ഇവിടുത്തെ നിയമസംഹിതകൾ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ ജീവിതത്തെ തകർത്തെറിയുവാൻ ശ്രമിച്ചു എന്ന തരത്തിൽ. എന്തായാലും പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ എന്താകും ഇനി അടുത്ത ചുവട് എന്ന് കാത്തിരുന്ന് കാണാം.